അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദീപണ്ണ് ഇന്നെന്താ കറി വെക്കണേ? നത്തൽ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദീപണ്ണ് ഇതാ അവിടെ മേശ ഉടച്ചുകൊണ്ടിരിക്കണം, അടിച്ചു വാരുന്നു. അമ്മ കുട്ടിക്ക് വെള്ളച്ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ മഴയാണ് തോന്നുന്നത്. ചോറൊക്കെ ആയോ? ചോറ് അടുപ്പത്ത്. പിന്നെ നീ എന്താ പരിപാടി? വേറെ എന്താ പരിപാടി? പിന്നെ ഒരു അലക്കണം, കുട്ടീനെ കുളിപ്പിക്കാനുണ്ട്, എല്ലാവർക്കും കുളിക്കാനുണ്ട്. പിന്നെ നമുക്ക് ബുധനാഴ്ച പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഇന്നത് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ ഇന്നലത്തെ നല്ല ചെമ്മീൻ കറി ഉണ്ട് അല്ലേ, നല്ല കായൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ചെമ്മീൻ കറി കൂട്ടിയിട്ട് നല്ല ചൂട് ചോറിനണം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടി ഞാൻ മൈക്കൊന്നോടെ സെറ്റാവണില്ല. അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി നെത്തൽ കുട്ടികൾ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും. ഇവിടെ കുറേ ആൾക്കാർ പൊടിമീൻ എന്നൊക്കെ പറയുക, ഞങ്ങൾ നെത്തൽ എന്നാണ് പറയുക. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട് അല്ലേ. അപ്പോൾ നെത്തൽ കറിയാണെന്ന്. ഇത് ഞാൻ അരിയണം. ഇതാരരിയാണ്? മദർ അരിയും. മദർ ഇതാ കുട്ടീനായിട്ട് അവിടെ നിൽക്കണം, ഇവിടെ പുറത്ത് ദീപണ്ണി ചൂലെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ തന്നെ പരിപാടി. ഇന്ന് നെത്തൽ കറി, ചോറ് അടുപ്പത്തായിക്കൊണ്ടിരിക്കണം, എല്ലാവർക്കും കുളിക്കണം. അമ്മ കുട്ടീനെയായിട്ട് അതിലൊക്കെ പറയണ്ടേ, അതൊക്കെ കയറി പോകണം. രാവിലെ കുട്ടി അത് ടാറ്റയറിട്ട് ദീപണ്ണ ഇവിടെ മൊത്തം അടിച്ചു വാരുന്നു. ഞാനിത് അവിടെ വീഡിയോ എടുത്തിട്ടിരിക്കണേ. ഇത് നമ്മളെ സാമി റൂം ആയിരുന്നു, നമ്മളെ പണി റൂമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പപ്പത്തിൻ്റെ നമ്മൾ വെച്ച മെഷീനാണ്. പക്ഷേ ഇത് നമ്മൾ പണിയെടുക്കാതെ വെച്ചത് ചെറിയ ഓരോരോ അയക്കൊരുത്തം വന്നു. അപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിത്തടി ശരിയാക്കി കഴിഞ്ഞാൽ മെഷീൻ വർക്കാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ സാമി റൂം പണി റൂമായിരുന്നു. പിന്നെ സാമി റൂമാക്കി ഇത് നമ്മൾ പപ്പട പണി എടുത്തുകൊണ്ടിരിക്കുന്ന റൂമായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെയായിരുന്നു നമ്മൾ ആദ്യം പണിയെടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പപ്പടപ്പണി എടുത്തുകൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. ഈ റൂമിലാണ് അന്ന് കട്ടിലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇരുന്ന് നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കൽ. പിന്നീടാണ് മേലേക്ക് എടുത്തതും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളൂ. നെത്തൽ കറി ആയിട്ടില്ല, അതൊക്കെ ഇനി മുറിച്ച് കറിക്കായി നമുക്ക് വഴി കാണിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വലിയ നിർദ്ദേശം കമൻറ്റായി രേഖപ്പെടുത്തുക. ദീപണ്ണ ഇതിട്ടും സിറ്റ് ഔട്ട് അടിച്ച് വാരി കഴിഞ്ഞിട്ടില്ല, മൂപ്പരവിടെ തന്നെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പകുതി പണിയിൽ നമുക്ക് കാണാം. എന്തുണ്ടാക്കാൻ പോണ്? എന്തുണ്ടാക്കാൻ പോണെന്ന് പറ. ചീരക്കറി അതവിടെ പോയിക്കാം. അമ്മേൻ്റെ സ്പെഷ്യൽ ചീരക്കറി ഉണ്ടാക്കട്ടെ. വള്ളിക്കുന്ന സ്പെഷ്യൽ ചീരക്കറിയാ. ആരൊക്കെ കാണാതെ കാണാനല്ല ഇപ്പോൾ വെക്കണത് വീഡിയോ. എണ്ണ വെച്ചത് പിന്നെ അമ്മേനെ നെത്തൽ കറിക്ക് കേട്ടോ. അവിടെ സാധനം ആക്കി വെച്ചേക്കണേ മുളക് പൊടി ഉപ്പും പുളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഇനി 10 മണിക്ക് ചീര അരിയാൻ തുടങ്ങി, 12 മണിക്ക് ചീര അരിഞ്ഞ് കറിയൊക്കെ കിട്ടാം. ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആർക്കെങ്കിലും അരിയാൻ അറിയോ നിങ്ങൾ? അതിനൊക്കെ അമ്മേനെ തന്നെ കണ്ടു പഠിക്കണം. അതിനെടുക്കാൻ പറ്റൂല, ഉടുത്തം കഴിച്ചിട്ടിട്ടാണ് ചാനൽ റദ്ദാക്കി പോകും യൂട്യൂബുകാർ. ഇനി പണീൻ്റെ ഇടയിൽ ഫോൺ വന്നാൽ ഇനിയിപ്പോൾ ആളിവിടെ കാണൂല. അപ്പോൾ ദീപണ്ണ് അമ്മേ ഇതൊന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് കളിയില്ല കേട്ടോ. ഇതൊക്കെ അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നമുക്ക് എഡിറ്റിംഗ് പരിപാടി ഇല്ല കേട്ടോ. അത് ദീപണ്ണ് അലക്കാണ്. പിന്നെ അമ്മേൻ്റെ അടുത്തുള്ളത് ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത് ഭയങ്കര നാണാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും പറയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അത് അങ്ങനത്തെ ഇതിൽ തള്ളിക്കളഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ അതാണ് അമ്മേൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അമ്മ ഫോട്ടോ എടുക്കാൻ തന്നിരില്ല. എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ തന്നിരില്ല. ക്യാമറേൻ്റെ മുന്നേ കണ്ടല്ലോ അപ്പം തല കത്തിക്കളി. അതാണ് അമ്മ. അപ്പോൾ ദീപണ്ണിൻ്റെ അലക്കൽ പരിപാടി കഴിഞ്ഞാൽ രാത്രിക്കുട്ടീനെ എണ്ണ വെച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുളിപ്പിക്കണം, പിന്നെ അതിനെ കുറുക്കൊടുത്ത് ഉറക്കണം. ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മയും ദീപണ്ണാക്കും. പിന്നെ നമുക്കിന്ന് കുറച്ച് വിറക് പൊളിക്കാനുണ്ട്. ആ വിറക് പൊളിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഉള്ളവരുടെ മെഷീനാണ്. അപ്പോൾ അവരൊരു 11 മണി 11:30 ആകുമ്പോൾ ഇവിടെ എത്തും. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് എനിക്ക് വിറകൊന്നും റോഡിനപ്പുറത്ത് കിട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അവർ വരും, മരം പൊളിക്കും. നമുക്ക് അതൊക്കെ വഴി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ രൗദ്രാണീനെ കുളിപ്പിക്കാനുള്ള ചൂടുകളൊക്കെ എടുത്തിട്ട്
കേട്ടോ. ഒരാണിപ്പെണ്ണിനുള്ള ചൂടുവെള്ളം ഓക്കെ. ഒരാളെ നടക്കണേ. അപ്പം ഞാൻ അതിനെ കുളിപ്പിക്കുക, അതിനെ കുറുക്ക് കൊടുത്ത് തുറക്കുക, പിന്നെ ഇവരെ പണി നോക്കുക. പിന്നെ അപ്പോഴത്തേക്ക് വിറകിൻ്റെ ആൾക്കാർ വരും. പിന്നെ വിറകൊക്കെ ഇട്ട് ഈ വിറകുണ്ട്, കുറച്ച് വിറകുള്ളൂ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് വിറക് കയറ്റിച്ചിട്ടുണ്ട്, അതും കൂടി കൊടുത്തിട്ട് അപ്പുറം സൈഡിൽ ഇട്ടിട്ട് അതും കൂടി കടയെന്ന് പറഞ്ഞ് മുറിക്കും. എന്തേലും പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ നമ്മുടെ ചാനൽ. എന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒറ്റ കൊടുക്ക്. കുളിപ്പിക്കാൻ പോകാൻ പറഞ്ഞിട്ട് അമ്മ പകുതി ആയിരുന്നു വെച്ച് ചീര പിടിച്ചായിരിക്കും നമുക്ക്. ഞാൻ ഫോൺ പിടിച്ചിട്ട് പുറത്ത് മുക്ക പെണ്ണിങ്ങായിട്ട്. ഇത് ചീരയും പരിപ്പും വെക്കാനാണ് കറി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെ കമ്പനി പണിക്കാരനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ മേടിച്ചേക്കണേ. അത് കുറച്ച് ചാറുണ്ടെങ്കിൽ പിന്നെ പച്ചക്കറി വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് പിന്നെ 2 കറി വെക്കേണ്ടി. അപ്പോൾ ചെറിയൊരു നെത്തരി കുട്ടിയെ കിട്ടിയത്. അപ്പോൾ അത് കറി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ചാറ് പോലെ വെക്കുകയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ മീൻ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചീരയും പരിപ്പൊക്കെ നല്ല സാറുമുണ്ടെങ്കിൽ. അപ്പോൾ ചീരയും പരിപ്പൊക്കെ അല്ല, ചീര മുറിച്ച് പരിപ്പിട്ട് കറി വെച്ച് സൂപ്പറാക്കിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞ ചെമ്മീൻ കറിയൊക്കെ നാശമായി മക്കളെ. എന്താ ചെയ്യാം, ഞാൻ ഇന്നലെ തിന്നണമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് നാശമായിട്ട്. കുറച്ചുണ്ടായിരുന്നുള്ളൂ ചെറിയ ഡവറയ്ക്കകത്ത് കുറച്ച്